ആദ്യം ശ്രീ അരുൺ ദേവ്, എന്തായിരുന്നു ഈ മൃദംഗ വിഷന്റെ ഈ മെഗാ ഭരതനാട്യം? അത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണല്ലോ. എങ്ങനെയാണ് താങ്കൾക്ക് ഇവരെ പരിചയം വന്നത്? നിങ്ങളും ഈ സംഘാടകരും തമ്മിൽ ഏത് രീതിയിലുള്ള ആശയവിനിമയമായിരുന്നു നടന്നത്? ഓക്കെ, എനിക്ക് ഞാൻ ഇവരെ കാണുന്ന സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ ഇതിൻ്റെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുന്നത്. ഈ വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്ന് മൃദംഗനാദം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ അവരുടെ ഇൻസ്റ്റ ഐ ഡിയിലേക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ച് മെസ്സേജ് അയച്ച സമയത്ത് ആദ്യം തന്നെ ഇതിൻ്റെ MD എന്ന് പറയുന്ന ഈ നികേഷ് എന്ന് പറയുന്ന ആളുടെ നമ്പർ എനിക്ക് അവർ തന്നു. ഇത് പ്രകാരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഇതുമായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. എന്നാൽ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് നിലവിലൊരു സാധ്യത, ഇനി പുതിയൊരു ഒരാൾക്ക് പങ്കെടുക്കാനുള്ള സാധ്യത ഒന്നുമില്ലെന്ന് ഞാൻ അറിഞ്ഞു. അതുപ്രകാരം ഞാൻ കോൾ ഡിസ്കണക്ട് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് വഴി മറ്റൊരാൾ വഴി സംസാരിച്ച സമയത്ത് അപ്പോൾ എന്തായിരുന്നു ഈ പ്രോഗ്രാം? ഈ പ്രോഗ്രാം എന്തായിരുന്നു എന്നുള്ള ഒരു വ്യക്തത താങ്കൾക്കുണ്ടായിരുന്നോ? എന്താണ് ഈ പ്രോഗ്രാം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പരസ്യത്തിൽ നിന്ന് ആ വിവരം കിട്ടിയിരുന്നോ? ഇതൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആ പരസ്യത്തിൽ നിന്ന് അതിൽ പറഞ്ഞത് പ്രകാരം നോക്കുമ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഗിന്നസ് റെക്കോർഡിൻ്റെ ഭാഗമാവാമെന്നും അവർക്കൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇത് ചോദിച്ചപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയ മറുപടി അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് താങ്കൾക്ക് വേണ്ടി അല്ലല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി അവരുമായിട്ട് സംസാരിച്ചതാണല്ലോ, എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അവർ അറിയിച്ചു? അതിനുശേഷം നടന്ന കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? അവർ ആദ്യം പറഞ്ഞത് 12,000 ആളുകൾ കഴിഞ്ഞു, ഇനി പങ്കെടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അയാളുടെ മറ്റൊരു സുഹൃത്ത് വഴി സംസാരിച്ചിട്ടാണ് എന്നോട് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. ഇതേ വ്യക്തിയുടെ നമ്പർ എനിക്ക് വീണ്ടും തന്നു. ഈ വ്യക്തിയെ ഞാൻ അടുത്ത തവണ വീണ്ടും വിളിച്ചപ്പോൾ വളരെ മാന്യമായ രീതിയിലായിരുന്നു ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായത്. ഫോൺ എടുത്തു, ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചു. അവർ നിലവിൽ ഈ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നീ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇന്ന ആൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആദ്യം അയാൾ തെറി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അയാൾ ഇതാക്കിയത്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് വളരെ മോശമായ രീതിയിൽ, ഇത് ഒരുപാട് പ്രഷർ കാണുന്നതുകൊണ്ട് എനിക്ക് ആ പദങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ കോള് അയാൾ പിന്നീട് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സോറി പറഞ്ഞ് ഞാൻ ആ കോൾ ഡിസ്കണക്ട് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ആ പറഞ്ഞത് പ്രകാരം ഇവരുടെ CEO ഷമീർ എന്ന് പറയുന്ന ആൾ എന്നെ വീണ്ടും കോൾ ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പങ്കെടുപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്കത് പറയാമായിരുന്നു. ഒരിക്കലും വളരെ മോശമായ രീതിയിലുള്ളൊരു സംസാരത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും എന്നെ ബന്ധപ്പെട്ടിട്ട് ആരെയാണോ പങ്കെടുപ്പിക്കേണ്ട അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അവർ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാമെന്ന് പറയുകയുണ്ടായി. അതുപ്രകാരം ഈ പങ്കെടുക്കേണ്ട ആളുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തു. ഇവരുടെ ഭാഗത്തു നിന്ന് ഫോളോ അപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നീട് യാതൊരു വിധത്തിലുള്ള ഒരു അപ്ഡേറ്റും അതിൽ കിട്ടിയില്ല. പിന്നീട് ഞാൻ തന്നെ 2 ദിവസങ്ങൾക്ക് ശേഷം അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇവർ UPI ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത്, പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. UPI ID കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ടും UPI ID ഇൻവാലിഡ് ആണ് എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയത്. അതും നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോഴായിരുന്നു എനിക്ക് മറുപടി കിട്ടി. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെ ഞാൻ നേരിട്ട് അവരോട് പറഞ്ഞു. എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് സംശയം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പങ്കെടുപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് തുറന്നു പറഞ്ഞോളൂ, വെറുതെ ഇങ്ങനെ 2 ദിവസമായിട്ട് നിങ്ങൾ കളിപ്പിക്കുകയാണ്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടുന്നത്. ആരെങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോൾ ഞാൻ ഈ ഫിലിം റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഇതിലുണ്ടായിരുന്ന ഒരുപാട് മോഡൽസ്, ഡാൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിൽ പലരും എനിക്കതിന് മറുപടി തന്നു. അപ്പോൾ പലരുടെ അടുത്തും സംസാരിച്ചതിൽ നിന്ന് ആർക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബില്ല് ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കിതിൽ സംശയം തോന്നുന്നത്. അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി, പല ആളുകളുടെ കയ്യിൽ നിന്ന് പല പേയ്മെൻറ്റാണ് ഇവർ കളക്ട് ചെയ്യുന്നത്.
അപ്പം ഞാനത് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 3500 ഗ്രൂപ്പായിട്ട് വരുമ്പോഴും ഒരു കുട്ടി ഗ്രൂപ്പായിട്ട് ടീച്ചറുടെ കൂടെയാണ് വരുന്നതുണ്ടെങ്കിൽ 3500 രൂപയും, സിംഗിളായിട്ടാണ് വരുന്നതുണ്ടെങ്കിൽ 4500 രൂപയുമാണ് വാങ്ങുന്നത്. ഈ 2 പേയ്മെൻറ്റാണ് ഇവർ വാങ്ങുന്നത് എന്നാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രകാരം ഈ പേയ്മെൻറ്റ് 2 ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ മറ്റൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് 2000 രൂപ വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളത്. മറ്റൊരാൾ അതിലും കൂടുതൽ തുക വാങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ സംശയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് ഇതിൻ്റെ ഇത്തരത്തിലുള്ള പണപ്പിരിവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാങ്കേതിക വശങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, GSTയുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടോ എന്നുള്ള വിവരം അന്വേഷിച്ചതിൽ തുടർന്ന് അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് ഇത് ഞാൻ എത്തിക്കുകയും ചെയ്തു. പിന്നീട് അതിൽ കംപ്ലയിൻറ്റ് അവിടുന്ന് പിന്നെ ഈ കസ്റ്റമർ കെയർ ഇതിൽ നിന്നും GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്നും അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ യാതൊരു വിധത്തിലുള്ള മറ്റു കാര്യങ്ങളും എന്നെ വിളിക്കുകയോ ഇതിൻ്റെ കോൺടാക്ട് ചെയ്തോ ആയിട്ട് എനിക്കറിയില്ല. ഇനി ഞാനറിയാതെ അവരത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പരാതിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് യാതൊരുവിധ വിവരങ്ങളും ഇന്ന് ഈ സംസാരിക്കുന്ന നിമിഷം വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ സംശയങ്ങൾ തോന്നുന്നതും. ഇത് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരുടെ അടുത്ത് തന്നെ ഞാനിത് ചോദിച്ചു. ഈ സംശയം കൂടുതൽ ശക്തിപ്പെട്ടു വന്നതോടുകൂടി ഇവരുമായിട്ട് ഇതിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊളാബ് ചെയ്തിട്ടുള്ള മറ്റ് കുട്ടികൾ, അങ്ങനെയുള്ള അക്കാദമികൾ, ഇവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ സംഘടിപ്പിച്ച് ഞാൻ ഇവരെ വിളിച്ചു. ഈ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ പേയ്മെൻറ്റ് അടച്ചു, അവർക്കും ഇതേപോലെ തന്നെ റെസിപ്റ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല എന്നുള്ള. ചില ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറയുണ്ടായി ഞങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ചാർജ് അടക്കമാണ് വാങ്ങിയത്. പല രീതിയിലുള്ള നല്ല എമൗണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ടീച്ചർമാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്ത് തന്നെ ആയാലും നല്ല രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോലീസിൽ പരാതിയുമായിട്ട് ചെല്ലുന്നത്. എനിക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി, മാനസികമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് സമീപിക്കുന്നത്. ഓൺലൈനായിട്ടായിരുന്നു പരാതി കൊടുത്തത്. പക്ഷേ ഇതിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ നമ്പറിലേക്ക് ഈ പരാതി അയച്ച സമയം തൊട്ടിട്ട് ഞാൻ ഒരുപാട് തവണ ബന്ധപ്പെട്ടെങ്കിലും ആരും ഇത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഒന്നാമത്തത്. രണ്ടാമത്തത് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് CI സ്ഥലത്തില്ല, CI മറ്റ് വർക്കിലാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ സമയം കിട്ടൂ, നിങ്ങൾ 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 25-ാം തീയതിയാണ് ഈ വിഷയത്തിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുക്കുന്നത്. ആദ്യം കൊടുത്തത് എനിക്കുണ്ടായ മോശമായ അനുഭവവും പിന്നീട് അതിനെ തുടർന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള പല കാര്യങ്ങളിലും സംശയം, ദുരൂഹതകൾ തോന്നി എന്നുള്ളതുമായിരുന്നു. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായ സമയത്താണ് മറ്റുള്ള ആളുകളിലേക്ക് ഞാനിത് എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മാക്സിമം ഓൺലൈൻ വഴി ലഭ്യമായിട്ടുള്ള അക്കാദമികളുടെ നമ്പർ, ഈ കൊളാബ് ചെയ്തിട്ടും മറ്റുമായിട്ട് വന്നിട്ടുള്ള അക്കാദമികളുടെ നമ്പറിലേക്ക് ഞാൻ കോൺടാക്ട് ചെയ്തു. അവരുടെ അടുത്ത് വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും അതത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ അവസാന ഇതെന്നോണം ഈ പറയുന്ന ഇതിൻ്റെ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദിവ്യ ഉണ്ണി, അവരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവരുടെ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടുന്നും എനിക്ക് മോശമായ രീതിയിലായിരുന്നു അവിടുത്തെ ഒരു സംസാരവും തുടക്കം. പിന്നീട് അവർക്ക് ഇതുമായിട്ട് മറ്റ് ബന്ധങ്ങളില്ലെന്നും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സംഘാടകരുമായിട്ട് സംസാരിക്കുമെന്നും പറഞ്ഞ് അവരെൻ്റെ കോൾ ഡിസ്കണക്ട് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നേരിട്ട പ്രശ്നം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഈ ഇവൻ്റ് ഇന്ത്യ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓസ്കാർ എന്ന് പറയുന്ന കമ്പനിയുടെ ആളാണ് അയാളെന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഒരാളാണോ എന്ന് എനിക്കറിയില്ല. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു പുള്ളി എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നു. എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ ഇതിൽ ഭാഗമാവുന്നുണ്ടെന്നും കളക്ടറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കമ്മീഷണറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ടെന്നും അതുകൊണ്ട് ഇവരുടെയൊക്കെ ഞാൻ ഇതിനെതിരെ പോകുന്നതിലൂടെ ഒരു നിയമ പോരാട്ടം നടത്തുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ശത്രുത ഞാൻ വാങ്ങി വയ്ക്കും എന്നും ഉള്ള രീതിക്കായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ ബിജി ഹിലാൽ, ഞാൻ താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ ബിജി ഹിലാൽ